ഏവർക്കും CSEB റാങ്ക് ഹോൾഡറിലേക്ക് സ്വാഗതം. ഇന്ന് ദി പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കമ്മിറ്റികളെ കുറിച്ചാണ്. ഒന്ന് മാക്ലഗാൻ കമ്മിറ്റി, മറ്റൊന്ന് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. Maclagan Committee. Sir Edward Maclagan Committee was appointed in 1914. 1914 കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1915. ദി റിപ്പോർട്ട് വാസ് സബ്മിറ്റഡ് ഇൻ 1915. മാക്ലഗാൻ കമ്മിറ്റി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാക്ലഗാൻ കമ്മിറ്റി. വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാക്ലഗാൻ കമ്മിറ്റി. മാക്ലഗാൻ കമ്മിറ്റി റെക്കമെൻഡഡ് ദി ഫോർമേഷൻ ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ ലെവൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്. മാക്ലഗാൻ കമ്മിറ്റിയാണ് അപ്പെക്സും സെൻട്രൽ ലെവൽ കോപ്പറേറ്റീവ് ബാങ്ക്സും രൂപീകരിക്കാൻ റെക്കമെൻഡ് ചെയ്തത്. അടുത്തതായി അർബൻ ബാങ്ക്സ് ഇൻ ഇന്ത്യ ഈസ് ഇൻഡപ്റ്റഡ് ടു മാക്ലഗാൻ കമ്മിറ്റി. അർബൻ ബാങ്ക്സ് ഇൻ ഇന്ത്യ ഈസ് ഇൻഡപ്റ്റഡ് ടു മാക്ലഗാൻ കമ്മിറ്റി. ഇന്ത്യയിലെ അർബൻ ബാങ്കുകൾ മാക്ലഗാൻ കമ്മിറ്റിയോടാണ് കടപ്പെട്ടിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ ഇൻ ഇന്ത്യ വാസ് മാക്ലഗാൻ കമ്മിറ്റി. കമ്മിറ്റി ഓൺ കോപ്പറേഷനിലെ ആദ്യത്തെ കമ്മിറ്റി എന്ന് പറയുന്നത് മാക്ലഗാൻ കമ്മിറ്റിയാണ്. അടുത്ത പോയിന്റ്, ഫോർമേഷൻ ഓഫ് പ്രൊവിൻഷ്യൽ ബാങ്ക്സ് വെർ ഫസ്റ്റ്ലി റെക്കമെൻഡഡ് ബൈ മാക്ലഗാൻ കമ്മിറ്റി. ഫോർമേഷൻ ഓഫ് പ്രൊവിൻഷ്യൽ ബാങ്ക്സ് വെർ ഫസ്റ്റ്ലി റെക്കമെൻഡഡ് ബൈ മാക്ലഗാൻ കമ്മിറ്റി. Maclagan Committee was appointed to ensure that the corporation in India were functioning in the right line. ഇന്ത്യയിലെ കോർപ്പറേഷൻ ശരിയായ ദിശയിലാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനാണ് മാക്ലഗാൻ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇത്രയുമാണ് മാക്ലഗാൻ കമ്മിറ്റിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഇനി നമുക്ക് അടുത്തതായി റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന ടോപ്പിക്കിലേക്ക് പോകാം. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യുന്നത് 1926. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1928. കമ്മിറ്റി ഹെഡ് ചെയ്തിരുന്നത് എച്ച് കാൽവേർട്ടാണ്. ദി കമ്മിറ്റി വാസ് ഹെഡഡ് ബൈ എച്ച് കാൽവേർട്ട്. അടുത്ത പോയിന്റ്, ആ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ടായിരുന്നു. ഇഫ് കോർപ്പറേഷൻ ഫെയിൽസ്, there will fail the best hope of rural India. If cooperation fails, there will fail the best hope of rural India. കോർപ്പറേഷൻ പരാജയപ്പെട്ടാൽ ഗ്രാമീണ ഇന്ത്യയുടെ മികച്ച പ്രതീക്ഷ പരാജയപ്പെടും എന്നതായിരുന്നു അടുത്ത പോയിന്റ്. സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് സജസ്റ്റഡ് ബൈ റോയൽ കമ്മീഷൻ. സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി was suggested by Royal Commission. The point, the formation of Land Mortgage Bank was first recommended by Royal Commission. The formation of Land Mortgage Bank was first recommended by Royal Commission. അടുത്തതായി റോയൽ കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. റോയൽ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഇനി ഈ ടീം ഹെഡ് ചെയ്തിരുന്ന എച്ച് കാൽവേർട്ടിൻ്റെ അദ്ദേഹം കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞ ഒരു ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. എ ഫോം ഓഫ് ഓർഗനൈസേഷൻ വേർ ഇൻ പേഴ്സൺസ് വോളണ്ടറിലി അസോസിയേറ്റ് ടുഗദർ ആസ് ഹ്യൂമൻ ബീയിങ്സ് ഓൺ എ ബേസിസ് ഓഫ് ഇക്വാലിറ്റി ഫോർ ദി പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദംസെൽവ്സ്. എ ഫോം ഓഫ് ഓർഗനൈസേഷൻ wherein persons voluntarily associate together as human beings on a basis of equality for the promotion of the economic interest of themselves. തങ്ങളുടേതായ സാമ്പത്തിക താൽപ്പര്യത്തിൻ്റെ ഉന്നമനത്തിനായി തുല്യതയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെന്ന നിലയിൽ
വ്യക്തികൾ സ്വമേധയ സഹവസിക്കുന്ന ഒരു സംഘടനയായാണ് കോർപ്പറേഷനെ എച്ച് കാൽവേർട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി ഈ ഡെഫിനിഷൻ മലയാളത്തിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തങ്ങളുടേതായ സാമ്പത്തിക താൽപ്പര്യത്തിൻ്റെ ഉന്നമനത്തിനായി തുല്യതയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെന്ന നിലയിൽ വ്യക്തികൾ സ്വമേധയ സഹവസിക്കുന്ന ഒരു സംഘടനയായാണ് കോർപ്പറേഷനെ എച്ച് കാൽവേർട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇത്രയുമാണ് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിലെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുകളും. എങ്കിൽ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. കോർപ്പറേഷൻ സംബന്ധമായ എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ ഏവരെയും കാണാം. ഏവർക്കും നന്ദി.